കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൻ്റെ സമയത്ത് നെയ്മറിന് സെർബിയക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റപ്പോൾ കൗതുകകരമായ ഒരു കണക്കുകൾ ആ സമയത്ത് നെയ്മറിൻ്റെ പരിക്കിനെ കുറിച്ച് പുറത്തു വന്നിരുന്നു. ആ സമയത്ത് വന്ന കണക്കുകൾ ഇങ്ങനെയായിരുന്നു. പരിക്ക് കാരണം നെയ്മർ 2022 വരെയായി, 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ലോകകപ്പ് വരെയായി ഫുട്ബോളിൽ നിന്നും വിട്ടുനിന്ന ദിവസങ്ങൾ 750 പരിക്കേറ്റത് 38 തവണയാണ്. ആകെ നഷ്ടമായത് 133 മത്സരങ്ങളാണ്. ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ പരിക്കേറ്റത് 9 തവണയാണ്. നഷ്ടമായത് 29 മത്സരങ്ങളാണ്. PSG-യിൽ 27 തവണ അദ്ദേഹത്തിന് പരിക്കേറ്റു. 104 മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. ബ്രസീൽ ജേഴ്സിയിൽ കളിക്കിടെ 2 തവണ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. 2014 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിനിടെ നടുവിന് പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. 2014 ജനുവരിയിൽ ബാഴ്സലോണയിൽ എത്തിയ ശേഷം കണങ്കാലിന് പരിക്കേറ്റ് അദ്ദേഹം വിട്ടുനിന്നത് 32 ദിവസമാണ്. ഈ പരിക്കിനാണ് ആദ്യമായി അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടി വന്നത്. 2014 ജൂലൈയിൽ ലോകകപ്പിൽ കൊളംബിയക്കെതിരായ മത്സരത്തിനിടെ നടുവിന് പരിക്കേൽക്കുന്നു. 30 ദിവസം പുറത്താവുന്നു. 2018 ഫെബ്രുവരിയിൽ PSG-യിൽ എത്തിയ ശേഷം ആദ്യ വലിയ പരിക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. തുടയ്ക്ക് പരിക്കേറ്റ് പുറത്തിരുന്നത് 90 ദിവസമാണ്. 16 കളികൾ അന്ന് നഷ്ടപ്പെടുന്നു. 2019 ജനുവരിയിൽ വീണ്ടും പരിക്കേറ്റ് 85 ദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് വേണ്ടി വരുന്നു. 18 മത്സരങ്ങളിൽ ഇറങ്ങാനും കഴിഞ്ഞില്ല. 2019 ജൂണിൽ കണങ്കാലിന് പരിക്കേറ്റ് വീണ്ടും ഒരു 63 ദിവസത്തെ വിശ്രമം. 2021 നവംബറിൽ കണങ്കാലിന് പരിക്കേറ്റ് പുറത്തായത് 73 ദിവസമാണ്. 12 മത്സരങ്ങൾ കളിക്കാനും സാധിച്ചില്ല. 4 വർഷം മുമ്പുള്ള കണക്ക് തന്നെ ഇത്രയും വരും. അതിനുശേഷം അൽ ഹിലാലിൽ നിന്നുള്ള പരിക്കും ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോഴുള്ള കണക്കും കൂടി കൂട്ടുമ്പോൾ, ഈ 4 വർഷത്തിൻ്റെ ഇടയിലുള്ള കണക്കുകൾ കൂടി കൂട്ടുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നെയ്മറിൻ്റെ കളി ശൈലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രധാന കാരണമായി വിദഗ്ധരൊക്കെയും പറയപ്പെടുന്നത്. പന്ത് കാലിൽ നിയന്ത്രിച്ച ശേഷം എതിരാളിയെ തൻ്റെ സ്കില്ലിലൂടെ പരാജയപ്പെടുത്തുന്ന രീതിയാണ് പലപ്പോഴും അദ്ദേഹത്തിന് പരിക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. ഈ കളിക്കിടെ നെയ്മർ ഫൗൾ ചെയ്യപ്പെടുന്നത് പതിവാണ്. പ്രതിരോധ നിരയെ മറികടന്ന് ബോക്സിലേക്ക് കുതിക്കാൻ നെയ്മർ നടത്തുന്ന ഈ പ്രയത്നം റിസ്ക് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. തുടർച്ചയായി ശസ്ത്രക്രിയകൾ വേണ്ടി വന്നതും പരിക്ക് ആവർത്തിക്കപ്പെടാൻ കാരണമാണ്. കണങ്കാലിലെ പരിക്കിന് പിന്നിൽ പാരമ്പര്യവും ഘടകമാണെന്നും ആ സമയത്ത് വിശദീകരണമുണ്ടായിരുന്നു. ഫുട്ബോൾ താരമായിരുന്ന നെയ്മറിൻ്റെ പിതാവിനും തുടർച്ചയായി കണങ്കാലിന് പരിക്കേറ്റിരുന്നു.